ഓക്കെ റെഡി 1 2 3 വിട്ടോ മക്കളാ ഉറങ്ങി അടിക്കാത്ത ഭാഗ്യം. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻവി ഇന്ന് ഫുള്ളായിട്ട് പറയണ്ട. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ഇവർക്ക് ഈ ഏരിയ കാണുമ്പോൾ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. മൊത്തത്തിൽ നമ്മളങ്ങ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഇൻട്രോ തൊട്ടിട്ട് അങ്ങോളം ഫുൾ വീഡിയോ ഇന്ന് ഫുൾ കളർ വീഡിയോ ആയിരിക്കും. മൊത്തത്തിൽ നമ്മളങ്ങ് ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളെ ഈ ഫാമിലി വളർന്ന് ഇപ്പം അങ്ങ് 10 മില്യൺ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കണം ഒരു ഐഡിയ ഇടുന്നില്ല. 10 മില്യൺ എന്ന് പറയുന്നതല്ല, 1 കോടി ഫാമിലി ആയിട്ടുണ്ട് നമ്മൾ. 1 കോടി നീ ചിരിച്ചോണ്ട് നിൽക്കണേ, ഇനി ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം അറിയാം. നിങ്ങൾ ഇല്ലാണ്ടാണ് വന്ന് നിന്നത്. എനിക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? അന്നാ കല്യാണത്തിന് ആ റിസപ്ഷന്റെ ഏറ്റവും അവസാനം എടുത്ത വീഡിയോ അത്. അതാണെങ്കിൽ എല്ലാവരും കൂടി ആ സമയത്ത് എടുത്തോണ്ട് ഇതിലുള്ള കമന്റ് എന്തായിരിക്കും, ആരും ഒരാൾ പറ ഒന്നും തിരിയുന്നില്ല എന്നായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ 10 മില്യൺ ആയതിൻ്റെ സന്തോഷം അങ്ങനെ അറ്റാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കണമെന്ന് വെച്ചാൽ എന്താലോചിച്ചും കിട്ടുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ട് 1-2 പേർക്ക് കൊടുക്കണം എന്നുണ്ട്. പിന്നെ വേറെ രീതിയിൽ കൊടുക്കണം എന്ന് വെച്ചാൽ കുറേ പ്ലാൻ ചെയ്തപ്പോൾ ഇപ്പോൾ ചെറിയൊരു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത ചെറിയൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ആദ്യം പറ്റി അതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ചേട്ടാ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ചെറിയൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. 50 രൂപ തരാൻ പറ്റുമോ? ആടെ ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ ചേട്ടാ ചേട്ടോ ഒരു മൈൻഡ് നോക്കാണ്ട് ഒറ്റ പോയി. എൻ്റെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു. ഒരു 100 രൂപ തരാനുണ്ടാവും. കണ്ണൂർ വരെ ഒന്ന് പോകേണ്ടി. കണ്ണൂർ വരെ ഒന്ന് 100 രൂപ എന്തിനാടാ? കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം വീണ് പോയി. എൻ്റെ നീ അവിടെ പോയി ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു. ചേട്ടനെ കാണാൻ ഞാൻ കുറേ പേരോട് ചോദിച്ചു, ആരും തരുന്നില്ല. അതുകൊണ്ടാണ്. നീ ഇങ്ങനെ ഇത്ര നല്ല ചെറുപ്പക്കാരൻ ഇപ്പൊ ചടഞ്ഞെടുത്തല്ല. അല്ല ചേട്ടാ, ഒന്ന് ഒരു 100 രൂപ വേണ്ടി ചേട്ടാ. 100 എന്തിനാ ചേട്ടാ? 50 രൂപ 100 ആവശ്യം. നീ ആ ഓട്ടോറിക്ഷക്കാരോട് പോയി ചോദിക്കാം. ഇത്രയും പേരുണ്ടാക്കി അതിനാണ് പറ്റിയത്. മക്കളാ ഉറങ്ങി അടിക്കാത്ത ഭാഗ്യം. ചേട്ടാ ഞാനിങ്ങനെ പെട്ടുപോയിട്ട് വെക്കുന്നതിന് ഒരു 50 രൂപ തരുമോ? ചേട്ടാ ഒന്ന് മട്ടന്നൂർ വരെ പോകാനുള്ള മട്ടന്നൂർ വരെ പോകുന്ന എന്തിനാന്ന് പറ. മട്ടന്നൂർ വരെ പോകുന്ന ഫീസിലൊന്നും ഇല്ല ചേട്ടാ. ഫീസ് എടുത്താൽ ഫീസിലൊന്നും മട്ടന്നൂർ വരെ പോകാൻ വേണ്ടി ചേട്ടാ. ഇത് ഫോണെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ പോണ്ടിച്ചേരി ആധാരത്തിലെ പണിക്ക് പോകുന്നതാണ്. എൻ്റെ പേഴ്സ് വീണ് പോകേണ്ടതാണ്. പേഴ്സ് വീണ് വേണ്ട. അതാ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് മാറി നിന്നിട്ട്. ഫോണുണ്ട് 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 കേട്ടോ. ഫോണിൻ്റെ അത്യാവശ്യം പൈസയൊന്നുമില്ല. ആരെങ്കിലും കേട്ട് കാണുകയോ ചെയ്താൽ മോശമാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 50 രൂപയല്ലേ ചോദിക്കുന്നത്. ഞാൻ നാളെ ഇങ്ങനെ വീട്ടിനൊന്നും പക്ഷേ മട്ടന്നൂർ വരെ പോകണ്ട. എൻ്റെ ബാക്കി കൂട്ടുകാരെല്ലാം ആടി ഉണ്ടായിരുന്നു. എൻ്റെ വീട് കണ്ണൂരാണ്. മട്ടന്നൂരിൽ നിന്ന് പണിയെടുക്കുന്നതാണ്. പേഴ്സ് വീണ് പോയി. അതുകൊണ്ടാണ് കേട്ടോ. ഒരു 50 രൂപയല്ല കേട്ടോ. ഞാൻ എത്ര ഇതായിട്ട് ചോദിക്കുന്നത്. നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും അവരോട് പറയാം. ഒരു 50 രൂപ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ചേട്ടൻ തരില്ല. ഞാൻ ഇന്നലെ നാളെ ചേട്ടൻ ഒരു 50 രൂപ കേട്ടോ. എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് പറയാൻ ഒരു താങ്ക്സ് ചേട്ടാ. വലിയ ഉപകാരം ചേട്ടാ. ഇങ്ങനെ തിരിച്ചു വരും. വലിയൊരു ഉപകാരം. ഇത് നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അല്ല ഞാൻ പല നമ്പറും ഉണ്ട് എന്നാ അറിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ തരാൻ കാണിച്ചില്ല. ഞാൻ കുറേ ആളോട് ചോദിച്ചു കേട്ടാ, പക്ഷെ ആരും അങ്ങനെ തരുന്നില്ല. ചേട്ടൻ തന്നെ വെച്ചോ. അത് പറയുന്നേക്കെ എന്നാ വെച്ചാല് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ അല്ല പറയുന്നേക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വരുത്തേ. ഞങ്ങളുടെ KCB വർക്കുന്നത് ഇവരൊന്നും ഞാൻ അറിയില്ല. അല്ല എടുക്കട്ടെ. ഏതായാലും ചേട്ടാ നമ്മളില്ല
ഒരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് പരിചയമുണ്ട്. ഓനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ചാനല് ഒരു 10 മില്യൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സന്തോഷത്തിന് നമ്മൾ കുറച്ചൊക്കെ ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നേരിട്ട് അങ്ങനെ അല്ല ഞാൻ തരാണ്ടെന്ന് കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ ഒരു പയ്യൻ ഞാൻ അതിനിടയ്ക്ക് ഓൻ്റെ പെങ്ങൾ ആശുപത്രിയിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് 100 റുപ്യൊക്കെ വെച്ച് ഞാൻ 100 റുപ്യ എടുത്ത് കൊടുത്തു. അപ്പോൾ നേരെ KK ബാറിലേക്ക് എന്നിട്ട് വേണ്ടേ അവരങ്ങനെ ചെയ്തിട്ട് എനിക്ക് തന്നല്ലോ. താങ്ക്സ്. എന്നാ പേരെങ്ങനെ? എൻ്റെ അനുക്കുമാർ. എൻ്റെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനക്കും 100 പേരാണല്ലോ ആളില്ല കേട്ടോ ഇവിടെ. ഞാൻ ഇനി എപ്പം ഈ വഴി വരുന്നുണ്ടെങ്കിൽ വരും. ഏട്ടാ ഒരു മിനിറ്റ്. ഇത് നമ്മൾ ചെറിയൊരു ബാങ്കാണ്. അതുപോലെ നിങ്ങളെ 100 റുപ്യ അങ്ങനെ തിരിച്ചാടെ പിടിച്ചോ കേട്ടാ. ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആളില്ലാത്തടത്ത് നേരം കണ്ടിട്ട് നാണൊക്കെ കഴിച്ച് ഒച്ചാക്കിയിട്ടുണ്ടെങ്കിലും വെച്ചിട്ട് ഒരു 50 റുപ്യ വരുമോ മട്ടന്നൂർ വരെ കൊണ്ടിട്ട് ചേച്ചി. എൻ്റെ കയ്യിലുള്ള പേഴ്സ് വീണു ഒച്ചാക്കി നാണക്കേടാകും. 50 റുപ്യ കൊണ്ട് വെച്ച് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ എപ്പം ഇതുവഴി വരുന്നുണ്ട് തിരിച്ചു തരും. എൻ്റെ പേഴ്സ് വീണു അതിന് മട്ടന്നൂർ വരെ കൊണ്ടിട്ട് ആളെ ആരെങ്കിലും ചോദിച്ചു ഒച്ചത്തിൽ ചോദിച്ചിട്ട് ഇതാക്കില്ല. താങ്ക്സ് ചേച്ചി. ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക്സ് ചേട്ടാ. എന്തായാലും വരും ഇങ്ങോട്ട്. ഇതൊരു വീഡിയോ പ്രാങ്ക് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും തരും ഇങ്ങനെ ചോദിച്ചാലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏതായാലും നിങ്ങൾ തന്നല്ലോ, ഒരുപാട് സന്തോഷം. ഇതവിടെ തന്നെ തിരിച്ചവിടെ തന്നെ വെച്ചോ. ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാ സംഭവം എന്നറിയാം, നമ്മളൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ, അത് 10 മില്യൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ കുറച്ചാൽ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെയായി എങ്ങനെയും ചെയ്തിട്ട് കൊടുക്കാൻ. ഏതായാലും താങ്ക്സ്. പേരെങ്ങനെയാണ്? താങ്ക് യു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ചെറിയ രീതിയിലൊരു പ്രാങ്ക് ടൈപ്പ് കൊടുത്ത് നമുക്ക് അത്ര പേർക്കേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 1-2 കൂടി ഉണ്ട്. അത് നമ്മളല്ലാതെ കൊടുത്തു. കാരണം ഒന്നാമത് നമുക്ക് കാലാവസ്ഥ പ്രതികൂലമായിട്ടാണുള്ളത്. നമുക്ക് അപ്പം നമ്മളെ പ്ലാന് മൊത്തം എന്താ പറയുക പറയണമെങ്കിൽ മൊത്തം ചളിപുളി അല്ല, ചളിപുളി ആയിരുന്നു വിചാരിച്ചത്. പക്ഷേങ്കിൽ കുറെ കഴിഞ്ഞ നേരം ചെറിയൊരു ലെവലായി. പക്ഷെ കുറച്ച് സമയം ലേറ്റായി പോയി. നമ്മൾ വിചാരിച്ച ടൈമിന് തുടങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ലൈറ്റ് പോകുന്നതിലടക്കം നമ്മളെ പരിപാടി നമ്മൾ സെറ്റ് ആക്കും എന്തായാലും. നമ്മൾ നേരെ ഗ്രൗണ്ടിലിടെ വന്നിട്ടുള്ളൂ. ഇനി എന്നാ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടോ, ബാക്കി കാണുന്നതിൻ്റെ നടുക്ക് നമ്മൾ പറഞ്ഞുതരാം എന്നാ നമ്മളെ പ്ലാന് സംഭവം എന്നല്ല ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും നിങ്ങളും വാ. ബലൂണും കാര്യങ്ങളും കാണുന്നതിന് നിങ്ങൾക്ക് എന്നാ സംഭവം എന്നുള്ള നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലേ? സംഭവം ഒരിക്കൽ ഒരു ബലൂൺ വെച്ചിട്ട് ആക്കിനെ 9 മില്യൺ. അത് ചെറുതായിട്ടൊന്ന് അല്ല, ഞാൻ ഒറ്റക്ക് ഊതി വേർപ്പിച്ചിട്ട് ബലൂൺ തന്നെ ആക്കാം. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? അപ്പൊ അങ്ങനെ ഹൈഡ്രജൻ ബലൂൺ നമ്മൾ ഇതാ സംഭവം കുറ്റിയെല്ലായിട്ട് നമ്മളെ ചങ്ങായിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഓണായി, നേരത്തെ ഓണായി. ഇത് പശുവിനെ കെട്ടാൻ കുഴിച്ചിരുന്നല്ല കേട്ടാ. ഇത് നമ്മളെ വീഡിയോ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോക്കാന്ന്. നമ്മൾ എന്താ ഉദ്ദേശം എന്നറിയോ? ഫുള്ള് ഈ ഒരു ഏരിയ ഞാൻ ഏകദേശം 10 എമ്മിനെ കൊണ്ട് ഞാൻ ബലൂണിനെ കൊണ്ട് നിറയ്ക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാപ്പും കാര്യങ്ങളും മേടിച്ചിട്ടാണ് വന്നത്. ഇതെങ്ങനെ ചെയ്യും എന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്യലാന്ന്. പെട്ടെന്ന് വാടാ. 1 10 റുപ്യ. ഞാൻ നേരത്തെ 10 മില്യൺ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ഞാൻ കച്ചവടം നടത്തും. നേരത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 10 മില്യൺ അടിച്ച ദിവസം തന്നെ എന്നെ കൊണ്ട് ഫുള്ള് തെണ്ടിപ്പിച്ച് ഒരു 50 റുപ്യ വേട്ടാ 10 റുപ്യ വേട്ടാന്ന് ചോദിച്ചിട്ട് കയ്യിൽ നിന്ന് നിങ്ങളെ കാണിക്കാത്ത ഒരാളുണ്ട്. ഓനെ 10 മില്യൺ അടിച്ചില്ലേ, ഇനിയെങ്കിലും ഇതിന്റെ തണ്ടല് നിർത്തിക്കൂടെ? നേരം അറിയാം. ചെയ്തൊരു കുറ്റം കൊടുക്കത്താ ഇത് പണിയാവല്ലേ കട്ടായിക്കല്. രണ്ടും കൂടി ഒന്നിച്ചല്ല, ഇതിന്റെ ആ ഭാഗം മുകളിൽ വെച്ചല്ലേ ഒരു മുകളിൽ ആദ്യത്തെ 2 3 അങ്ങനെ ഒരു ഏകദേശം കിട്ടിയാൽ മതി. ഇങ്ങനെയല്ലേ? ഇത് കുഴിച്ചിട്ടാ ഹേ സിന്ദൂരം ഇപ്പൊ അതിന്റെ പകുതി അയ്യോ എടാ കളയല്ലേ, അല്ലേ തന്നെ അവര് സമയം എടുത്തിട്ടാ പൊന്തിക്കും. അപ്പോൾ
ഇതിൻ്റെ മുകളിൽ നിന്നുള്ള നിങ്ങൾക്ക് കാണണമല്ലോ, ഇത് മുകളിൽ നിന്ന് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഡ്രോൺ വരെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ നിങ്ങൾ പേരെന്തേനും? അജിത്ത്. നമ്മളെ അയിത്തേട്ടൻ്റെ കേട്ടോ നമ്മൾ ഈ ഡ്രോൺ സംഭവമല്ലോ. ചേട്ടൻ്റെ സ്ഥലം പറഞ്ഞേ? ചാവശ്ശേരി. അപ്പോൾ ചാവശ്ശേരിയിൽ നിന്ന് നമുക്ക് വേണ്ടി ഡ്രോണുമായി വന്ന അയിത്തേട്ടന് ഈ കൂട്ടത്തിൽ താങ്ക്സ് പറയുന്നുണ്ട്. ആകെ ഒരു 10 കൂടി വേണ്ടി വരും, അതുണ്ടാവില്ല. ഇങ്ങനെ ആക്കിയാൽ കാണുവാ. ഇതേ സെൻറ്ററിലിടും. ഇവിടെ പോരാ, ഇവിടുന്ന് അങ്ങോട്ട് വടക്കട്ടെ. അങ്ങോട്ടേ കുറച്ച് ഇതായി പോയി അല്ലേ, സൈഡ് ചെയ്തു. ഇത് ഇതിന് മുകളിൽ ചവിട്ടിയിട്ടാവുന്നു. അവിടെ ഒരു ഗ്യാപ്പ് വന്നു പോയാലോടാ, ചെറുതുണ്ടോ? സാറല്ല, ഒരു മിനിറ്റ്. അതിൻ്റെ മുകളിൽ തൊട്ടാക്കുളം. ഒന്നും ചെയ്യണ്ട. ടാപ്പ് പിടിച്ചോ. അല്ല എന്നാ പ്രശ്നം എന്നാ ചെയ്തു. കുറച്ച് മുമ്പോട്ട് കൈവച്ച പൊട്ടി ബലൂണ് പൊട്ടി നമുക്ക് ക്ഷീണമായി. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു എമ്മിൻ്റെയോ 10ൻ്റെയോ എന്തെങ്കിലും ഒരു രൂപ നമ്മൾ ആക്കി തരും എന്നല്ല, അതാക്കിയേ പറ്റൂ. പേടിച്ചു പോയി ഞാൻ. കിട്ടുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ കേട്ടോ. നീ ഏതായാലും നമ്മൾ 10 അങ്ങ് പറത്തി വിടാൻ പോണം. 10 അങ്ങ് വിടല കേട്ടാ. ഇതിന്റെ മുകളിൽ പിടിക്കല്ല, അമ്മി ഒന്നിച്ചങ്ങ് പറഞ്ഞു കേട്ടാ. അൻവീന പരമാവധി ഞാൻ ബലൂണിന്റെ കൂടുതൽ വിടുന്നില്ല, അല്ലെങ്കിൽ അങ്ങ് ഒപ്പരങ്ങ് പോകും. അയ്യോ തിരക്കാക്കല്ല, നമ്മൾ വിടാം. ഒന്ന് നോക്കാവേ. റെഡി 1 2 3 വിട്ടോ. ഒന്ന് വേറെ വഴിക്ക് പോയി. താഴെന്ന് എടുത്തേ. ഇതിന് 10 കൊടുത്തോളൂ. 10 വേറെ വഴിക്ക് പോയി, ഒന്ന് വേറെ ഇടത്തിലോട്ട് പോകുന്ന സാധനം കണ്ട, അതാണ് 1. അങ്ങ് തെക്കോട്ട് പോകുന്ന കണ്ട, അതാണ് 0. ചോന്നയില് പോന്നാണ്ട, അതാണ് പോലും M. ഒരു ഒന്നും വല്ലാത്ത രീതിയിൽ പോകുന്ന സാധനം കണ്ട, അതാണ് M. എല്ലാം പിടിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഡ്രോൺ അതിന്റെ വേഗം തന്നെ പോകുന്നുണ്ട് കേട്ടാ. എന്തോ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മളെ കൈമ കിട്ടുമ്പോ തിരികെ എന്താ കിട്ടുന്നില്ല. എന്തായാലും 10 കിടന്ന് പോകുന്ന സമയത്ത് ഉണ്ടേനു. അവിടെ എത്തുമ്പോഴത്തേക്ക് കൈമന്ന് വിടുമ്പോഴത്തേക്ക് ഒന്ന് വേറെ വഴിക്കെല്ലാം വേറെ അതിന്. എന്നാൽ സാറിലെ സംഭവം എന്തായാലും കളറായിട്ടുണ്ട്, എന്തായാലും അങ്ങ് പോകുന്നുണ്ട്. അത് ബാക്കി നമ്മള് ഡ്രോണിലെ സംഭവം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് സൗണ്ട് കിട്ടില്ലോ. നമ്മളെ 10 നമ്മൾ അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. 10 അതിന്റെ വഴിക്കങ്ങ് പോകും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വിചാരിച്ചേക്കാട്ടും ഗംഭീരമായിട്ട് വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല. ഡ്രോൺ എന്നുള്ള പറഞ്ഞിട്ട് മുന്നേ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്, നമ്മൾ കമ്പിൻ്റെ മുകളിലെല്ലാം കെട്ടിയിട്ട്. പക്ഷേ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറൊരു ക്യാമറ വെച്ചിട്ട് പക്കാ ഡ്രോൺ തന്നെ നമുക്ക് ഐറ്റായിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ സന്തോഷം എങ്ങനെ അറിയിക്കണം തിരിയാതെ നമ്മൾ എന്തൊക്കെയോ നമുക്ക് ആയിട്ടില്ല കേട്ടോ. ഭയങ്കര ഇങ്ങനത്തെ ഒരു സന്തോഷം ഒന്നും പ്രകടിപ്പിച്ചാൽ പോരാ, ഇങ്ങനൊന്നും പോരാന്നറിയാം. പക്ഷെ നമുക്കിപ്പോ നിങ്ങളെ ഒരു കളർഫുൾ ആക്കണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ ചെയ്തത്. എത്രത്തോളം ഭംഗിയായെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ